ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സറണ്ടർ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, സറണ്ടർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേജ് അല്ല, ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ആക്ച്വലി വളരെ നാച്ചുറലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സറണ്ടർ സ്റ്റേജിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തപ്പെടുന്നതെന്ന് നോക്കാം. അതുവരെ ആ സറണ്ടർ ചെയ്യുന്നോടം വരെ നമ്മൾ ഈ കണക്ഷനിൽ ഇതിനെ ഒരു റിലേഷൻഷിപ്പ് ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കും. നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ മാക്സിമം ചെയ്ത് കഴിഞ്ഞിരിക്കും. പല കാര്യങ്ങളിലും ഓവർ ഗിവിങ് ആയിട്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ എവിടെ നമ്മൾ ലൂസാവും അല്ലെങ്കിൽ അവർ നമ്മളെ എവിടെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും അവരുടെ ഫേവറിൽ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കും. നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിരിക്കും. 3D ലെവലിൽ പല പ്രാവശ്യം സംഭാഷണങ്ങളിലൂടെ ഈ ഒരു കണക്ഷനെ നിലനിർത്താനായിട്ട് ട്രൈ ചെയ്ത് ലാസ്റ്റിൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു ഓപ്ഷനാണ്, അതായത് നമ്മൾക്ക് അവിടെ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ ലെറ്റ് ഗോ ചെയ്തേ പറ്റൂ. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ആ ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പ്രോസസ്സിലൂടെയാണ് നമ്മൾ സറണ്ടർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ സറണ്ടർ ചെയ്യാറില്ല. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ഒരു ജേർണിയിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ജേർണിക്ക് വേണ്ടി, അതായത് നമ്മളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി നമ്മുടെ ലൈഫിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കൺട്രോളിലൊന്നുമില്ല. ഇത് ടോട്ടലി ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്, ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിഞ്ഞ് നമ്മളുടെ ലൈഫിലേക്ക് നടക്കുകയാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഫിയർ, നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ ലൂസ് ചെയ്യുമോ, അവരിട്ടിട്ട് പോകുമോ എന്ന ഫിയറിനെ നമ്മൾ സറണ്ടർ ചെയ്യുകയാണ്. നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കിയ പല കാര്യങ്ങളെയും, പല സിറ്റുവേഷൻസിനെയും, പല റിലേഷൻസിനെയും ഒക്കെ നമ്മളിവിടെ ഡിവൈനിൽ സറണ്ടർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പിന്നെയും ഇവിടെ ഒരു ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആ ഒരു കണക്ഷനിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞു കിടക്കുക എന്നല്ല ഇതിൻ്റെ മീനിങ്. ഇതിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമുള്ള ഒരു കണക്ഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഫുള്ളി സറണ്ടർ ചെയ്ത് ഫുള്ളി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മളുടെ ലൈഫിലേക്ക് തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ലെറ്റ് ഗോ പോലെ തന്നെ സറണ്ടറും നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെയും 2 ദിവസത്തിൽ നമുക്ക് പലതരത്തിലുള്ള തോട്ട് പ്രോസസ്സിലുള്ള ഒരു ചേഞ്ച് വരാം. ആ ഒരു നമ്മളുടെ ഉള്ളിലെ ഫിയർ തന്നെ നമ്മളെ പിന്നെയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്നും നമ്മൾ രാവിലെ ഇന്നർ വർക്കൊക്കെ ചെയ്ത് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ലെറ്റ് ഗോയും സറണ്ടറിങ്ങും ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഡിവൈനായിട്ട് കാണിച്ചു തന്ന ബന്ധമാണെങ്കിൽ, കണക്ഷൻ ആണെങ്കിൽ, അതിന് എൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ട്, എൻ്റെ ഏറ്റവും നല്ല കാര്യത്തിനായിട്ട് ദൈവം എന്താണോ വെച്ചിരിക്കുന്നത് അതിനെ ഞാൻ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതിനെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, സറണ്ടർ ചെയ്തു ഞാൻ ഇനി ഇന്നർ വർക്കൊന്നും ചെയ്യുകയില്ല എന്നൊക്കെ. അത് പിന്നെയും ഒരു നെഗറ്റീവ് കാര്യം മാത്രമാണ് നമ്മൾക്ക് തരുന്നത്. കാരണം സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷനെ മാത്രമാണ് നമ്മളിവിടെ സറണ്ടർ ചെയ്യുന്നത്. നമ്മുടെ ജേർണിയിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ ഇന്നർ വർക്ക് നമ്മൾ അതേപടി ചെയ്യുന്നു. അത് നമ്മളുടെ ഗ്രോത്തിന്, സെൽഫ് ഗ്രോത്തിനായിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നർ വർക്ക് ചെയ്യുക. അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തോട്ട് പാറ്റേണിൽ ചേഞ്ചസ് വരുത്തേണ്ടതാണ്. കാരണം ഈ ജേർണിയിൽ നമ്മൾ ഹീലിംഗ് നടത്തുന്നതിൻ്റെ കൂടെ നമ്മളുടെ തോട്ട് പാറ്റേണിൽ ചേഞ്ച് വരുത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾക്ക് ഔട്ടർ റിയാലിറ്റിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് സറണ്ടർ ചെയ്തു,
രാവിലെ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്തു സറണ്ടർ ചെയ്തു ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കും, ഈ സാഹചര്യം ഇങ്ങനെയാണല്ലോ, ഇത് നടക്കും എന്നൊക്കെയും ആലോചിച്ചുകൊണ്ട് പിന്നെയും അവിടെ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെയും വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞാൽ അത് സറണ്ടർ അല്ല അവിടെ. കാരണം നമ്മൾ എന്താണോ ആലോചിക്കുന്നത്, നമ്മളുടെ ഇൻസൈഡ് എന്താണോ അതാണല്ലോ നമ്മളുടെ റിയാലിറ്റി ആയിട്ട് വരുന്നത്. നമ്മുടെ തോട്ട്സ് എന്താണോ അതാണ് നമ്മളുടെ റിയാലിറ്റി. അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുന്ന അടുത്ത നിമിഷം അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പിന്നെയും യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു ഫ്രീക്വൻസി എന്താണ്? ഒരു നെഗറ്റീവ് എനർജിയുടെ ഫ്രീക്വൻസിയാണ്, ഒരു നീഡിനെസ്സിൻ്റെ ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയും എനിക്കൊന്ന് സംസാരിച്ചാൽ മതി എൻ്റെ കൗണ്ടർ പാർട്ടിനോട് എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസയറിൻ്റെ എനർജി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഇതാണ്, അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് പർപ്പസ് ഒക്കെ നടക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നമ്മൾ വരുമ്പോഴൊക്കെയും ആ സറണ്ടർ ചെയ്ത കാര്യത്തിന് നമ്മൾ തന്നെ വാല്യൂ കൊടുക്കാതെ അതിനെ പിന്നെ ഒരു നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് തള്ളിവിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വരുന്ന ഒരു കാര്യങ്ങളെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ, അതായത് ഈ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന എല്ലാ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് സറണ്ടർ സ്റ്റേജിൽ പോവുക. അപ്പോൾ മാത്രമാണ് ആ സറണ്ടർ സ്റ്റേജിൻ്റെ മാജിക് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. അടുത്തതായിട്ട് സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് അഫർമേഷൻസ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതെ ഏതെങ്കിലുമൊക്കെ അഫർമേഷൻസ്, നമുക്ക് ചെറിയ അഫർമേഷൻസ് നമ്മുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, സെൽഫ് എർത്തിനെ കൂട്ടാനുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനുള്ള അൺകണ്ടീഷണൽ ലവ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു അഫർമേഷൻ ചൂസ് ചെയ്തിട്ട് അത് നമുക്ക് കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കാവുന്നതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ എല്ലായ്പ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും നമുക്ക് ആ ഒരു ഓവർ തിങ്കിങ് പാറ്റേണിൽ നിന്നും നമ്മൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് നമ്മളൊരു പോസിറ്റീവ് പാറ്റേണിലേക്ക് വരുന്നതാണ്. പിന്നെ വന്നിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ഒരു സോളാണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ നോക്കുമ്പോഴാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യണമെന്നും അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നത്. അതായത് ഒരു 3rd ഡയമെൻഷൻ പാറ്റേണിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, അപ്പോൾ ഒരു സോളിൻ്റെ ഒരു പാറ്റേണിൽ നമ്മളൊരു ആത്മാവാണ് എൻഡ് ഓഫ് ദ ഡേ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു 5D പാറ്റേണിലേക്ക് 5th ഡയമെൻഷനിലേക്ക് വന്നിട്ട് നമുക്ക് കാര്യങ്ങളെ അത്രയും കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലായ്പ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റ്സിൽ നമ്മൾ സോളാണെന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സറണ്ടർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നാച്ചുറലായിട്ട് എത്തപ്പെടാവുന്നതാണ്. അത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ മാജിക് എന്ന് പറയുന്നത് സ്റ്റാർട്ടാവും. നമ്മുടെ ഒരു DF ബാലൻസ് എന്നൊക്കെ നമ്മൾ പറയും, ഇന്നർ യൂണിയൻ എന്നൊക്കെ. അങ്ങനെ ബാലൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ ഒരു പീസ്ഫുൾ എനർജിയിൽ, നമ്മളൊരു ബ്ലിസ്ഫുൾ എനർജിയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാ ഫെമിനൈൻ എനർജീസും ഇവിടെ വരെ വന്നു കഴിയുമ്പോൾ ശരിക്കും ബാലൻസ് ആയി കഴിയുമ്പോൾ അവരുടെ പർപ്പസിലേക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ ലെറ്റ് ഗോയും സറണ്ടറും ചെയ്യാനായിട്ട് ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു 2 സ്റ്റേജുകളും നമ്മൾക്ക് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നാച്ചുറലായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.